ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒഴിഞ്ഞ പെയിൻറ്റ് ബക്കറ്റ് കൊണ്ട് ഒരു അടിപൊളി കിടിലൻ ഐറ്റമാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ 20 ലിറ്ററിൻ്റെയും 10 ലിറ്ററിൻ്റെയും 2 ബക്കറ്റ് കൊണ്ട് ഒരേ ഐറ്റം തന്നെ 2 രീതിയിൽ ചെയ്ത് കാണിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടൊരു 20 ലിറ്ററിൻ്റെ ബക്കറ്റ് എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നു. ശേഷം നമുക്കൊരു 10 ലിറ്ററിൻ്റെ ബക്കറ്റ് കൂടി വൃത്തിയാക്കി എടുക്കുന്നു. അപ്പോൾ ആദ്യം 10 ലിറ്ററിൻ്റെ ബക്കറ്റിൽ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. പിന്നീട് നമുക്ക് 20 ലിറ്ററിൻ്റെ ബക്കറ്റിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ 10 ലിറ്ററിൻ്റെ ബക്കറ്റാണ് ഈ കാണുന്നത്. ഇതിനാദ്യമായിട്ട് നമുക്ക് പേന കൊണ്ട് ഇതുപോലെ റൗണ്ട് ചെയ്തൊരു മാർക്ക് ഒരു വരയിടാം. വരയിട്ടതിന് ശേഷം ഇതുപോലൊരു കത്തി കൊണ്ട് നമുക്ക് 4 ഭാഗത്തും ഒരു ഇഞ്ച് നീളത്തിന് ഒരു ഹോൾ ഇടാം. 1 ഇഞ്ച് നീളം 1/4 ഇഞ്ച് വീതിക്കും 4 ഹോളുകൾ ഇടാവുന്നതാണ്. ഇതുപോലെ കത്തി കൊണ്ട് അനായാസേന നമുക്ക് ഹോളിടാം. ഹോളിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് 1 ഇഞ്ച് നീളത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് നീളത്തിൽ നമുക്ക് ഇതുപോലെ ആക്സോ ബ്ലേഡ് കൊണ്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്ത്, അതായത് ഈ ബക്കറ്റിൻ്റെ അടിഭാഗത്ത് കാണുന്ന 3 ലെയറുണ്ട്. ആ ലെയറിൻ്റെ അറ്റം എത്തുന്നത് വരെ നമുക്ക് മുറിച്ച് മാറ്റിക്കളയാവുന്നതാണ്. അപ്പോൾ 4 ഭാഗത്തും ഒരേ അളവിന് നമുക്ക് മുറിച്ച് മാറ്റിക്കളയാം. അപ്പോൾ ആക്സോ ബ്ലേഡ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ മറ്റൊരു മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട്. മെഷീൻ കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആക്സോ ബ്ലേഡ് കൊണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് ന്യായാനുസരണം ചെയ്യാമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആക്സോ ബ്ലേഡ് കൊണ്ട് 4 ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് 1.5 ഇഞ്ച് വലുപ്പത്തിൽ. ശേഷം നമുക്കൊരു കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ലവ് ചിഹ്നം വരച്ചെടുക്കാം. ഇതുപോലെ ലവ് ചിഹ്നം പേന കൊണ്ട് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ 20 ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റിൽ ആണ് ഇത് ചെയ്യാൻ പോകുന്നത് അടുത്തത്. ഇപ്പോൾ ഇത് വരച്ചെടുത്തതിന് ശേഷം ഒരു കത്രിക കൊണ്ട് നമുക്ക് ആ ആകൃതിയിൽ തന്നെ വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ 20 ലിറ്ററിൻ്റെ ബക്കറ്റിൽ വെച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇത്ര വലുപ്പത്തിൽ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വലുപ്പത്തിലെടുക്കാം. ഇത് 2 വലുതും 2 ചെറുതുമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 20 ലിറ്റർ ബക്കറ്റിൻ്റെ പുറത്ത് വെച്ച് ഇതൊന്ന് അതേപോലെ വെച്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ കമ്പികളൊക്കെ ഒഴിവാക്കിക്കളതിന് ശേഷം ഞാനിത് മെഷീൻ കൊണ്ട് ആ ആകൃതിയിൽ തന്നെ കട്ട് ചെയ്യുകയാണ്. ആക്സോ ബ്ലേഡോ മറ്റേ നേരത്തെ കാണിച്ച നൈഫ് കൊണ്ടോ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ലവ് ചിഹ്നം കട്ട് ചെയ്തെടുക്കുക. 2 വലുതും 2 ചെറുതുമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാവുന്നതാണ്. ശേഷമായിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് നേരത്തെ ചെറിയ ബക്കറ്റ് ചെയ്തതുപോലെ അടിഭാഗത്ത് ഇത് കുറച്ച് കൂടുതൽ വലുപ്പത്തിലാണ് അടിഭാഗത്ത് ഞാൻ വെട്ടിയെടുക്കുന്നത്. അതായത് ഒരു 9 ഇഞ്ച് വലുപ്പത്തിൽ ഇതുപോലെ പേന കൊണ്ട് മാർക്ക് ചെയ്തിട്ട് 2 ഭാഗവും 3 ഇഞ്ച് വലുപ്പത്തിൽ 2 ഭാഗവുമായിട്ടാണ് വെട്ടിയെടുക്കുന്നത്. അത് വീഡിയോയിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് 9 ഇഞ്ച് വലുപ്പത്തിൽ വെട്ടിയെടുക്കുന്ന 2 ഭാഗങ്ങളാണ്. 2 സൈഡിലായിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരും. അതിൻ്റെ അടുത്ത 2 സൈഡിൽ 3 ഇഞ്ച് വലുപ്പത്തിലും വെട്ടിയെടുക്കാവുന്നതാണ്. ഇതുപോലെ വെട്ടിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് മെഷീൻ കട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് അനായാസേന നിങ്ങൾക്ക് ബ്ലേഡ് കൊണ്ടോ ആക്സോ ബ്ലേഡ് കൊണ്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെ കഴിഞ്ഞ് പിന്നെ ഈ സാൻഡ് പേപ്പർ കൊണ്ട് എമരി പേപ്പർ കൊണ്ട് ഇതുപോലെ എല്ലാ ഭാഗങ്ങളും ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കാം. വാട്ടർ പേപ്പറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. വാട്ടർ പേപ്പർ വെച്ച് എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ഒരു പഴയൊരു പില്ലോ ആണ്. ഇത് പില്ലോയുടെ കവറാണ്. പില്ലോയുടെ കവറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ അതെടുക്കാം. ശേഷം ഇത് ബക്കറ്റ് വെച്ചിട്ട് അതൊന്ന് റൗണ്ടിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ റൗണ്ട് കുറച്ചുകൂടി വീതിയിൽ റൗണ്ട് മാർക്ക് ചെയ്തതിൽ നിന്ന് കുറച്ചുകൂടി വീതിയിൽ നമുക്ക് ഇതൊന്ന് റൗണ്ട് ചെയ്ത് തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ തയ്ച്ചെടുക്കാം. റൗണ്ട് ചെയ്ത് തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ നേരത്തെ എടുത്ത പില്ലോയിൽ നിന്ന് തന്നെ കുറച്ച് ഫൈബർ ഞാൻ എടുക്കുന്നുണ്ട്. ഇത് പഴയൊരു പില്ലോ ആണ്. അതിൽ നിന്നും അത് കീറിയതിന് ശേഷം കുറച്ച് ഉള്ളിലുള്ള ഫൈബർ പുറത്തേക്ക് എടുക്കുന്നു. ശേഷം നമുക്ക് നേരത്തെ തയ്ച്ച് വെച്ച ആ തുണിയുടെ ഉള്ളിലേക്ക് കയറ്റി തയ്ച്ചെടുക്കുന്നു. ഒരു കുഷ്യനുള്ള രീതിയിലാണ് തയ്ച്ചെടുക്കുന്നത്. ഇതുപോലെ
ആ ഫൈബർ ഉള്ളിലേക്ക് നല്ലതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് തയ്ച്ച് റെഡിയാക്കി എടുക്കാം. ശേഷം നമുക്കൊരു നെറ്റ് ഇതിനാവശ്യമുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സുലഭമായി കിട്ടുന്നൊരു നെറ്റാണിത്. പഴയ വീട്ടിൽ കിടന്നതാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നെറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്കിട്ട് വൃത്താകൃതിയിൽ ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കാം. കുറച്ച് ഇറങ്ങി കിടക്കുന്ന രീതിയിൽ വീഡിയോ കാണുന്നത് പോലെ കുറച്ച് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന രീതിയിൽ വൃത്താകൃതിയിൽ വെട്ടിയെടുത്തതിന് ശേഷം ഇത് ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം. കാരണം നമ്മൾ ഇത് സാധാരണ കാണുന്നൊരു കളറായതുകൊണ്ട് കളറൊന്ന് ചേഞ്ച് ചെയ്തെടുക്കാം. നമുക്കതിനൊരു ബ്ലാക്ക് പെയിൻ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് എമർഷൻ പെയിൻറ്റ് കുറച്ച് അല്പം നമ്മൾ ഇതുപോലെ ഒരു പാട്ടയിലിട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ കറക്കിയെടുത്താൽ എല്ലാ ഭാഗത്തും അത് പുരണ്ട് കിട്ടുന്നതാണ്. ശേഷം നമുക്കത് പെയിൻറ്റ് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ കറക്കിയെടുത്തതിന് ശേഷം നല്ലപോലെ ഉണക്കിയെടുക്കാം. ഉണക്കിയെടുത്തതിന് ശേഷം പിന്നീട് നമുക്കിത് ഈ ബക്കറ്റിൽ ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സ്പ്രേ പെയിൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ സാധാ എമർഷൻ ഇനാമൽ പെയിൻ്റാണ് നല്ലത്. ഇനാമൽ പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ബ്രഷ് കൊണ്ട്. എൻ്റെ കൈവശം ഉള്ളത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പെയിൻ്റൊക്കെ ചെയ്തെടുത്തതിന് ശേഷം റെഡ് കളർ പെയിൻറ്റ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കൈവശമുള്ള ഒരു റെഡ് കളറായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നല്ലതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്ത് ശേഷം സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ 2 കോട്ട് അടിക്കേണ്ടി വരും. ശേഷം നമുക്കൊരു ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് ഈ ഭാഗത്ത് നമ്മൾ ഈ വെട്ടിയ ഭാഗത്ത് ഒരു ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ ഒട്ടിക്കുന്ന ഇൻസുലേഷൻ ടേപ്പ് എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഇൻസുലേഷൻ ടേപ്പാണ്. അതുകൊണ്ടാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇൻസുലേഷൻ ടേപ്പ് നമ്മൾ ആദ്യം ഒട്ടിക്കുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇളകി വരുന്നൊരു സ്വഭാവം ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫാൻസി കടകളിൽ ചെന്നാൽ ഇതിനല്ലാത്ത ടേപ്പ് കിട്ടുന്നതാണ്. സ്റ്റിക്കർ നല്ല ഒട്ടുന്ന ടേപ്പ് കിട്ടുന്നതാണ്. അത് വാങ്ങിച്ച് ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നത്, നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ടേപ്പ് എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ നല്ലതുപോലെ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ കുറച്ച് നമ്മൾ ക്ഷമയോടുകൂടി ചെയ്താൽ ഇത് നല്ലതുപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് നേരത്തെ തച്ച് വെച്ച ആ ഫൈബറിൻ്റെ പിന്നെ പില്ലോ നമുക്കിതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ആ നെറ്റ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് നമ്മൾ ആ വെട്ടിയെടുത്ത ലവ് ചിഹ്നത്തിൻ്റെ ഭാഗത്ത് ആ ഹോള് കാണുന്ന ഭാഗത്തേക്ക് അകത്തേക്ക് ഉള്ളിലേക്ക് കയറ്റി വെക്കാം. ശേഷം നല്ലതുപോലെ ഉള്ളിലേക്ക് വലിച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്തെടുക്കാം. ടൈറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊരു വള്ളി കൊണ്ട് ട്രാക്ക് പാൻറ്റിൽ നിന്ന് ഊരിയെടുത്ത വള്ളിയാണ്. വള്ളി കൊണ്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും 4 ഭാഗത്തും നമുക്ക് വലിച്ചു കെട്ടാം. ഓരോ കള്ളിയിലും നമ്മൾ കൊരുത്തെടുത്തതിന് ശേഷം ടൈറ്റായിട്ട് നല്ലതുപോലെ ടൈറ്റായിട്ടിരിക്കുന്ന രീതിയിൽ നമുക്ക് വലിച്ചു കെട്ടാവുന്നതാണ്. എല്ലാ ഭാഗവും ഇതുപോലെ കൊരുത്ത് വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടാം. വീഡിയോ കാണുന്ന പോലെ തന്നെ ഓരോ കള്ളിയിലും നമ്മൾ കൊരുത്ത് വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇതെന്താ ഇതിൻ്റെ ഉപയോഗമെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വളരെ ബലമുള്ള ഒരു സ്റ്റൂളായിട്ടാണ് നമുക്കിവിടെ ഇത് കിട്ടിയിരിക്കുന്നത്. നല്ല എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന സൈസിലുള്ളൊരു സ്റ്റൂളാണിത്. ഒടിഞ്ഞു പോവുകയോ താന്നു പോവുകയോ ഒന്നും ആരും ഭയക്കേണ്ട കാര്യമില്ല. 72 കിലോ വെയിറ്റുള്ള ഞാനതിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ ഞാൻ ഗ്യാരണ്ടി തരുന്നു. ബാക്കി അതിന് മുമ്പോട്ടുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് അനായാസനം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 20 ലിറ്ററിൻ്റെ ബക്കറ്റ് കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അടുത്ത 10 ലിറ്ററിൻ്റെ ബക്കറ്റ് കൊണ്ട് ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു രൂപം കൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ഞാൻ ഒരു ഇനാമൽ പെയിൻ്റാണ് ചെയ്തെടുക്കുന്നത്. ബ്രൗൺ കളറിലെ ഇനാമൽ പെയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ കണ്ട മെത്തേഡ് അതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് അതിലും ഞാൻ ഇരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല വെയിറ്റ് താങ്ങുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഏതായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.